പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മെയ് 25 തിങ്കളാഴ്ച ദിവസമാണ് കേട്ടോ. ഞായറാഴ്ച നമ്മൾ സാധനങ്ങളെല്ലാം വാടക വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മഴയും കൂടെ ഒക്കെ ആയതുകൊണ്ട് നല്ല കഷ്ടപ്പാടായിരുന്നു. വീടിൻ്റെ മുറ്റത്തോട്ട് നമുക്ക് വണ്ടി കയറ്റിയിടാൻ പറ്റുന്നില്ല. അവിടെ കുറച്ച് പണികളും കൂടെ ബാക്കിയുണ്ട്. വീടിനകത്തെയൊക്കെ പണികൾ തീർത്തിട്ട് നമ്മളിങ്ങ് മാറിയെന്നേ ഉള്ളേ. അപ്പം സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് കുറച്ചൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ഇന്നലെ അമ്മയുടെ കൂടെ അവിടെയാണ് കിടന്നതെല്ലാവരും. രാവിലെ 9 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും അവിടുന്ന് കുളിച്ച് റെഡിയായി ഇങ്ങോട്ട് പോരുന്നു. അപ്പം വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങൾ അകത്ത് കയറി. 9:30 മുമ്പേ അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട് കൂതാശ ചെയ്താലുടനെ നമ്മളിവിടെ താമസമാക്കുന്നു. വേറെ ഫങ്ഷനൊന്നും ഞാൻ നടത്തിയില്ല. ആരെയും പ്രത്യേകിച്ച് വിളിച്ചതുമില്ല. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ചടങ്ങ് വേണമെന്ന് തോന്നാത്തതിൻ്റെ കാരണങ്ങൾ പലതുണ്ട്. ഒന്നാമത്തെ ഒരു കാര്യം, സ്വന്തം വീടെന്ന് കരുതി ഞാൻ ഇതുപോലെ വലതുകാൽ വെച്ച് വിളക്കൊക്കെ പിടിച്ച് കയറിയ ഒരിടമുണ്ട്. ആ വീടിൻ്റെ പാലുകാച്ചൽ ചടങ്ങിന് ഞങ്ങളെല്ലാവരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടുകാരെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പരിചയക്കാരെയും എല്ലാവരെയും വിളിച്ച് നല്ല ഫങ്ഷനൊക്കെ നടത്തി ഹാപ്പി ആയിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് കയറി താമസിച്ചത്. പക്ഷേ ഒരു സാഹചര്യത്തിൽ എനിക്കും മക്കൾക്കും അവിടുന്ന് എന്നേക്കുമായിട്ട് ഇറങ്ങേണ്ടി വന്ന അവസ്ഥ വന്നപ്പോൾ ഈ പറയുന്ന വ്യക്തികളിൽ ഒരാൾ പോലും എന്താണ് കാര്യം എന്ന് പോലും ചോദിക്കാൻ എനിക്കുണ്ടായിട്ടില്ല. അപ്പോൾ ഗുണമൊന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് പരാതിയില്ല. പക്ഷേ ഒരു മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു തകർച്ച വരുമ്പോൾ അവരെപ്പറ്റി ഇല്ലാക്കഥകൾ പറഞ്ഞ് സന്തോഷിക്കുന്ന ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അങ്ങനെ എൻ്റെ വേദനകളും ദുഃഖങ്ങളും കടമെടുത്ത് കഥ പറഞ്ഞവരെയൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രിയങ്ങളെ ഞാൻ വിചാരിച്ചു, ഞാൻ വാടക വീട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു അവർ മാത്രം മതി എനിക്കൊരിടം ഉണ്ടാകുമ്പോൾ അവിടെ എന്നുള്ളത്. അപ്പോൾ അതിൽ തെറ്റുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ 9:30 കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ വന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമെന്നോ എനിക്ക് ചെയ്യാൻ കഴിയുമെന്നോ ഒന്നും ഒരു തരി പോലും വിശ്വാസം എനിക്കില്ലായിരുന്നു. പക്ഷേ ഞാനത് ചെയ്തു എന്നുള്ളത് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എന്നെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. സത്യമാണ്. ഈ വീടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇറങ്ങിയപ്പോഴൊക്കെ പിറകോട്ട് വലിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ കരകയറാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം എനിക്ക് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒട്ടും ആരോഗ്യമില്ലാത്തൊരവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ അന്നത്തെ ആ ദിവസങ്ങളിലൊക്കെ വല്ലാത്ത ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതൊക്കെ എങ്ങനെ നടത്തിയെടുത്തു എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമാണ് ഞാൻ നടത്തിയത്. അതിന് എൻ്റെ തമ്പുരാനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഞാൻ ഒഴുക്കിയ കണ്ണീരെത്രയാണെന്നും ഞാൻ അനുഭവിച്ച മാനസിക പ്രയാസങ്ങൾ എന്താണെന്നും ഉള്ളത് അറിയാവുന്നത് എൻ്റെ തമ്പുരാൻ മാത്രമാണ്. അപ്പോൾ അവിടുന്ന് തന്ന ഒരു തിരി വെളിച്ചത്തിലാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. ഇവിടുന്ന് ഇറങ്ങിപ്പോ എന്ന് ഇനി ആരും എൻ്റെ മക്കളോട് പറയാത്ത വിധം ഒരിടം അവർക്കുണ്ടാക്കണമെന്നുള്ളതായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഞാൻ എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്നൊരു സ്വപ്നം. അതെൻ്റെ തമ്പുരാൻ നടത്തി എന്നല്ലാതെ ഇതിനകത്ത് യാതൊരു അവകാശവാദങ്ങളും എനിക്കില്ല. പ്രിയങ്ങളെ, നിങ്ങളിൽ പലരും പല വീഡിയോയുടെയും താഴെ കമൻ്റ് ഇട്ടത് ഞാൻ കണ്ടു, ഈ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. നിങ്ങൾ അങ്ങനെ എന്നെ കാത്തിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എനിക്ക് കൂടപ്പിറപ്പിൻ്റെ സ്ഥാനമുണ്ട്. നിങ്ങളുടെ ആരൊക്കെയോ ആയി ഞാൻ മാറിയിട്ടുണ്ട്. അതിനൊക്കെ എൻ്റെ തമ്പുരാനോട് എത്ര നന്ദി പറഞ്ഞാലും തീരൂല. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ശുശ്രൂഷകളൊക്കെ തുടങ്ങുകയാണ്. കുറച്ച് വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. എല്ലാം കൂടി പാർട്ട് 1, 2 ആയിട്ട് 2 വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ലോങ് ആയി പോവും, എഡിറ്റ് ചെയ്യാനും പ്രയാസമാണേ. ദൈവം ഇവർക്ക് നൽകിയ ഈ ഭവനത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹത്തോടെ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഈ ഭവനത്തിൽ ജീവിക്കാനുള്ള കൃപ ദൈവം ചൊരിഞ്ഞു കൊടുക്കുന്ന പ്രാർത്ഥിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ച വേദനകളിലും ദുഃഖങ്ങളിലും ഒക്കെ ദൈവം കൂടെ ഇരുന്ന് എത്രത്തോളം ആശ്വാസം നൽകി സന്തോഷകരമായ ഒരു നല്ല ഭവന അന്തരീക്ഷം ഇവിടെ നിലനിൽക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തോട് നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നോ നന്ദി ചൊല്ലുന്നു ഞാൻ, ഇന്നോ നന്ദി ചൊല്ലുന്നു.
ചൊല്ലുന്നു ഞാൻ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാൻ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരനെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, അല്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, അല്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. എല്ലാ കാവ്യങ്ങളോട് കരുണയുള്ളതേ, എല്ലാ കാവ്യങ്ങളോട് കരുണയുള്ളതേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സമാധാനം. സമാധാനം ശാന്തിയെ ശേഷം പോകാം. ഇങ്ങനെ ഇവിടുന്ന് ദാസന്റെ അടുത്തോട്ട് കടന്നു പോകാനിടയാകുന്ന അപേക്ഷിക്കുകയും ചെയ്തു. ഇവിടുത്തെ മഹിമയ്ക്ക് ഇത് പ്രീതികരമായി തോന്നുകയും ഒരു ക്ഷീണതനെ പോലെ അവിടെ വിശ്രമിക്കുകയും സ്വദാസനായ അബ്രഹാം വിളമ്പിക്കൊടുത്തവ വിസ്മയകരമാവിധം ഭക്ഷിക്കുകയും അവനെയും ഭാര്യയായ സാറയും അവന്റെ സമ്പാദ്യങ്ങളെയും അനുഗ്രഹിക്കുകയും ചെയ്തു. കർത്താവേ, ഇതിനു മുമ്പാകെ ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ സുഗന്ധ ധൂപം മൂലം നീ നിന്റെ ദാസന ഭാരത്തെ സമ്പത്തുകളെയും അനുഗ്രഹിക്കണമേ. ഇപ്പോൾ ഈ ഭവനത്തിലെ നിവാസികൾക്ക് വേണ്ടി കരുണയും കൃപയും നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഈ നിന്റെ ഭൃത്യന്റെ യാതന നിരസനത്തിലെത്തുകയും ഈ ഭവനം ഐശ്വര്യമുള്ളതായി തീരുകയും നില നിവാസികൾ കുറ്റമില്ലാത്തവരായി തീർന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. നിന്റെ കുഞ്ഞാടുകൾ നിന്റെ പുൽമാലികൾ നിന്റെ പെണ്ണാടുകൾ നന്മകളാൽ തൃപ്തരാകുകയും ഞങ്ങളെല്ലാവരും നിന്നിൽ കരുണ പ്രാപിക്കുകയും ചെയ്യുമാറാകണമേ. പാവികൾ കരുണയുന്നവനും മനതാപികൾ പ്രീതിപ്പെടുന്നവനുമായ കർത്താവേ, നിന്റെ മഹാകരുണയാൽ ഞങ്ങൾക്ക് അനുഗ്രഹം തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കുകയും തിരുവുള്ളം തോന്നി ഞങ്ങളുടെ പ്രാർത്ഥനകളും തൂക്കവും അംഗീകരിക്കുകയും ഞങ്ങൾക്കും വിശ്വാസികളായ ഞങ്ങളുടെ പരേതർക്കും പാപമോചനം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി സ്തോത്രം കരേറ്റുമാറാകണമേ. പരിഹാരവും പാപം മോചനങ്ങളുടെ ലോകിൽ വന്ന് വന്നേക്ക് നാം കൈക്കൊള്ളുമാറാകട്ടെ. വാഴ്വേറ്റ അബ്രഹാം ദാതൻ ഭവനം മൂന്ന് കുമാരന്മാരാൽ സാക്ഷാൽ മണവാളൻ മശിഹ സക്കായ് ഭവനത്തെ വാട്ടി സ്വരാധകരേറിയ വീട്ടിൽ കൃത്വം വാണിടണമേ. നൽ തലമുറയാൽ ഇത് വാഴ്ത്തപ്പെടണം. മോറാൻ ശിഷ്യരോട് ചൊല്ലിക്കേട്ടെ ഞാൻ കൈക്കൊള്ളുവോ നിങ്ങളെ വീട്, ആ വീടെന്നെ കൈക്കൊള്ളുവോ. അബ്രഹാമിൻ ഭവനം പോ ഞങ്ങളടഞ്ഞൊരു ഭവനത്തെ രക്ഷകനെ ശൂന്യാരണ്യത്തിൽ നേടി സംതൃപ്തി. ജനമഞ്ചപ്പത്താൽ ശ്രേഷ്ഠാചാര്യന്മാരാർന്നോരീകേഹത്തെ അതിനുള്ളിൽ പാർപ്പോലെയും രക്ഷകനെ തൃക്കയ്യാൽ വാഴ്ത്തണമേ. നൽ തലമുറയാൽ ഇത് വാഴ്ത്തപ്പെടണം. ഏലിയാവേ യുടെ രാജമകൾ ഭാഗ്യരാജഭാമിനെയും മരദായകമാകാ പ്രാർത്ഥന
കുംഭത്തിൽ തന്നെ പൊടിയും കൊമ്പിൽ തൈലവും മറ്റില്ല ആവരമാർന്നിടട്ടെ നിൻ ഭക്തരണഞ്ഞത് ഭവനങ്ങൾ തലമുറയാൽ ഇത് വാഴ്ത്തപ്പെടണം. നിങ്ങൾ സ്വീകരിക്കുന്നതുപോലും തന്നെയാകുന്നു സ്വീകരിക്കുന്നതാണ്. തന്റെ പരിശുദ്ധ ശിഷ്യന്മാരുടെ അംഗീകരിച്ചതുനായ നിന്റെ ആരാധനയുടെ ഫലത്തെ അനുഗ്രഹിക്കുകയും എന്റെ പരിശുദ്ധ നാമം എന്റെ ദാസത്തെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. സന്തോഷവും ആനന്ദവും നിറഞ്ഞ പ്രസന്നങ്ങളോടുകൂടെ രണ്ടിൽ ലോകങ്ങളിലും നിന്നുള്ള പ്രതിഫലം പ്രാപിക്കുവാൻ ഒരു കൃപ നൽകുകയും ചെയ്യണമേ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വ്യാപാരകാലത്ത് വിപ്രകാരം സംഭവിച്ചു. കൂടി കടന്നു പോകുമ്പോൾ പ്രമാണിമായ സക്കായ എന്ന പേരുള്ള ഒരുവൻ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ചിരുന്നു. അവൻ മുമ്പേ ഓടി ഒരു കാട്ടത്തിൽ കയറിയിരുന്നു. ആദന പൊക്കം കുറഞ്ഞവനായിരുന്നു. യേശു ആ സ്ഥലത്തെത്തിയപ്പോൾ യേശു നിന്നുകൊണ്ട് സക്കായ വേഗം ഇറങ്ങി വരിക, എന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ട. വേഗം ഇറങ്ങി വന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. എല്ലാവരും നിങ്ങളുടെ നിരസപ്പെട്ടവൻ പാപിയായ മനുഷ്യന്റെ അടുക്കൽ നിന്ന് താമസിക്കുമല്ലോ എന്ന് പറഞ്ഞു. സക്കായി നിന്നുകൊണ്ട് കർത്താവേ, ഇതാന്റെ വസ്തുക്കൾ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ഏതൊരുവിൽ നിന്ന് ഞാൻ അപകരിച്ചിരുന്നു, നിന്റെ 4 വീതം തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞവനാമത്തിൽ രക്ഷയുണ്ടായി. എന്നാൽ കാണാതെ പോയതിനെ രക്ഷിക്കുവാനായിട്ടാണ് അവൻ ചൂണ്ടും വന്നിരിക്കുന്നത്. കർത്താവേ, നിന്നയും വാതിൽ തുറന്നേ. പ്രാർത്ഥന കേട്ടിട്ട് മക്കളിൽ അൻപുണ്ടാകേണം. കോടം കേട്ടിൽ പ്രാർത്ഥിപ്പതിനാലുടെയോരിഷ്ടം. ശബ്ദത്താലല്ലാതെ ഭാഗ്യം ധർമ്മിഷ്ടൻ. സൗമ്യമോശ പ്രാർത്ഥന മൂലം ഭാഗീചാടി. കൂട്ടം നീങ്ങി ദുഷ്ടൻ പറവൻ മുങ്ങിപ്പോയി. ദാവീദിൻ പ്രാർത്ഥന കേട്ടീശന്നാർദ്രത തോന്നി. പാപം മോചിച്ച് വീണ്ടും പ്രവചന ശക്തി. ചോളയ്ക്കുള്ളിൽ ആനനീയന്മാർ പ്രാർത്ഥിച്ചപ്പോൾ തീക്കുണ്ടെത്തിന്നവരെ ദൈവം സംരക്ഷിച്ചു. ന്യായത്തിൻ പീഠം നരകം 3 വീഴിടുന്ന കർത്താവേ എന്നുള്ളതിൽ. ദൈവാദേവം കർത്താവ് വിശ്വാസപൂർവ്വം തന്നെ വിളിക്കുന്നവർക്ക് മറുപടി നൽകുന്നവരുമായുള്ളവയും ബലഹീനനും ഭാവിയുമായ നിന്റെ ദാസനാകുന്ന ഞാൻ അയോഗ്യനെങ്കിലും എന്റെ ബലഹീനമായ പ്രാർത്ഥനയെ നീ സ്വീകരിക്കണമേ. നോഹിനെയും മക്കളെയും മൃഗങ്ങളെയും പക്ഷികളെയും എഴുതുകളെയും ജലപ്രളയത്തിൽ നിന്ന് പട്ടകത്തിൽ നീ സംരക്ഷിച്ചതുപോലെയും നിന്റെ സ്നേഹിതനായ ബ്രാഹ്മണ രാജാക്കന്മാരുടെ വാളിൽ നിന്ന് രക്ഷിച്ച് അവനെയും അവന്റെ സമ്പത്തുകളെയും അനുഗ്രഹിച്ച പ്രകാരവും സോദോമിലെ അഗ്നിയിൽ ലോകത്തിനെ രക്ഷിച്ചതുപോലെയും ലാബാന്റെ ഭവനത്തിൽ വെച്ച് യാക്കോബിനെ കാത്തവനെ വലിയവനാക്കി സമ്പാദ്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തതുപോലെയും
നിരോധിക്കണമേ. ദൈവമാതാവായ വിശുദ്ധ കന്യകമറിയാമിന്റെയും പരിശുദ്ധനായ മോർ തോമാസ് ലീഹായുടെയും മോർ യോഹന്നാന്റെയും മോർ ഗ്രിഗോറിയോസിന്റെയും മോർ ദീവനാസ്യോസിന്റെയും ശേഷം എല്ലാ പരിശുദ്ധന്മാരുടെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനകളാൽ തന്നെ തളിപ്പായി തീരുവാൻ തക്കവണ്ണമായിരിക്കുന്ന പിതാവിന്റെയും ജീവിപ്പിക്കുന്ന എല്ലാവരുടെ മേലും ഭവനത്തിന്മേലും മക്കളുടെ മേലും എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും എല്ലാ വസിക്കുന്ന എല്ലാവരുടെ മേലും ഉൾപ്പെടുന്നേക്കുണ്ടായിരിക്കുന്നതാകട്ടെ. കാന്ത്യാനങ്ങളെ നീത്താതൻ കതിരേശോഭിപ്പീളെ നീത്താതൻ കതിരേശോഭി. ഫുള്ളൊന്ന് കാണിക്കട്ടെ. എനിക്കൊരു 2-3 AC ഒരു പാലും ഒക്കെ മേടിച്ചോണ്ട് ഞങ്ങളൊക്കെ തിന്നുവാണ്. എല്ലാവരും വിഷമില്ലാതെ ഇത് ചേച്ചിയുടെ ഫോണാണോ? ചേച്ചിയുടെ ഫോണാണോ? രണ്ടുപേരുണ്ടായിരുന്നല്ലോ, കാണാത്തോണ്ട് വന്നത്. അല്ല
പറഞ്ഞ അകത്തൊരു പൂച്ച. അമ്മ കഴിച്ചു കേട്ടോ എന്നിട്ട് പോവാനാ. പിന്നെ അമ്മ വരാതെ പിന്നെ തന്നെ ഞാൻ തോന്നി അമ്മ വന്നില്ലെങ്കിൽ പിടിക്കാൻ കൊണ്ടുവരാൻ എന്നാ ചോദിക്കണ്ടായിരുന്നു, ഞാൻ തരത്തില്ലേ? രാവിലെ കഴിക്കാനുള്ള ഫുഡ് മാത്രമേ നമ്മൾ റെഡിയാക്കിയിട്ടുള്ളായിരുന്നേ. ചിക്കൻ കറി മാമിമാർ രണ്ടുപേരോടാണ് വെച്ചത്. പിന്നെ ഞാൻ അപ്പവും പൊറോട്ടയൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു. കൂതാശയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അച്ഛനൊക്കെ പോയി. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി കഴിച്ചു. പിന്നെ ആ അടുപ്പിൽ തന്നെ നമ്മൾ ചോറ് വെക്കാനുള്ള വെള്ളം അങ്ങോട്ട് വെച്ചു. അരി അടുപ്പിലോട്ട് ഇടുവാണ്. സാധനങ്ങളെല്ലാം നിരത്തിയൊക്കെ ഇട്ടിരിക്കുന്നേ ഉള്ളൂ, എല്ലാം ഒതുക്കി പെറുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഉച്ചയ്ക്ക് എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ ചോറ് വേണം, എന്തെങ്കിലും കൂട്ടാനൊക്കെ ചേച്ചി ഉണ്ടാക്കണം. വീഡിയോ എടുക്കുമ്പോ ഞാൻ പൊറോട്ട അങ്ങ് ഇങ്ങനെ കൊണ്ട് കളയട്ടെ. ചുമ്മാതാമി, എനിക്കല്ല ഇവക്കാ വിശപ്പ് കേട്ടോ. അതങ്ങിടുവാമി, ഇച്ചിരി 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 ഇരുന്നോട്ടെ, സാരമില്ല. നിങ്ങൾ രണ്ടും പറഞ്ഞിട്ടതാ സെയിം ഇല്ലയോ? അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും ഇവിടെ വന്നു കേട്ടോ. അതൊക്കെ ഞാൻ പാർട്ട് 2 വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ ഉച്ചയ്ക്കുള്ള ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. ചോറിന് ചിക്കനും മോരുകറിയും ക്യാബേജും ക്യാരറ്റും കൂടെ തോരനും വെച്ച്. ഞങ്ങൾ മുറി വീഡിയോ ഒക്കെ ഇടുന്നുള്ളൂ. അതുപോലെ കഴിഞ്ഞ വർഷത്തെ ബുക്ക് ഉണ്ടെങ്കിൽ അതെടുത്തിട്ടാണ് ബാക്കി ഞാനിപ്പോൾ ഇവിടുന്ന് എന്റെ മോന്റെ ബുക്കുകളുടെ ബാക്കി. അപ്പോൾ സന്ധ്യ ആയപ്പോഴത്തേക്ക് മാമിയും കുക്കുമൊക്കെ വീട്ടിലോട്ട് പോയി. അവിടെ വിളക്കൊക്കെ കത്തിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി. ഇവിടുന്ന് ചിപ്പിയും മാമിയും തിരിച്ചങ്ങ് പോയി. മാമി 2 ദിവസമായിട്ട് പൊതിച്ചോറൊന്നും എടുക്കുന്നില്ല. അപ്പോൾ നാളെയെങ്കിലും എടുക്കണമെന്നുള്ളത് കൊണ്ട് അവർ വൈകിട്ട് ഒരു ഓട്ടോ ഒക്കെ വിളിച്ചങ്ങോട്ട് പോയി. മാമിയും കുക്കും ജാനിക്കുട്ടിയും എല്ലാവരും കൂടെ അങ്ങോട്ട് പോയായിരുന്നേ. പോയി കുളിച്ച് തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അത്താഴം വിളമ്പുക. ഞാനൊരു കപ്പ വേവിച്ചത് മേടിപ്പിച്ചതാട്ടോ, എനിക്ക് കഴിക്കാൻ തോന്നി. മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ മോര്, അതൊക്കെ കൂട്ടി ഞങ്ങളെല്ലാവരും കൂടെ അത്താഴം കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം ദൈവം തന്ന എല്ലാ നന്മകളെയും ഓർത്ത് എത്ര നന്ദി പറഞ്ഞാലും തീരൂല. എന്നാലും ഒരു നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം, ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് നിർത്താമേ. അപ്പോൾ 10 മണിയോളമായി. മാമിയും കുക്കുമൊക്കെ അങ്ങ് വീട്ടിലോട്ട് പോകാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി പാർട്ട് അടുത്ത ദിവസം ഞാൻ വീഡിയോ ഇടാട്ടോ, ആരൊക്കെ വന്നിരുന്നു എന്നുള്ളതേ. പുതിയത് വാങ്ങിച്ചത്. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.